الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകളെയും വിരോധങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, വാപ്പ ഒരു 2 മാസത്തിനകം അത്രേ ഇനി ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർമാർ ഒരു നിഗമനം പറഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞാൽ വാപ്പ കൂടെ ഇല്ല എന്ന തിരിച്ചറിവ്, ഒരു പ്രതീക്ഷ, മനസ്സിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമ്പരപ്പിനെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം, അല്ലാഹു അദ്ദേഹത്തിന്റെ പിതാവിന് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ചില രംഗങ്ങളെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു എയർപോർട്ടിൽ ഒരാൾ യാത്രക്ക് വേണ്ടി എത്തുമ്പോൾ എന്ത് രേഖകൾ കയ്യില്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ തൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് കയ്യില്ലെങ്കിൽ അയാൾക്ക് ആ യാത്ര ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റിക്കോളം എന്ന രൂപത്തിൽ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ കുറയുന്നു. എന്തൊക്കെയാണ് ആ പ്രതീക്ഷകൾ? അള്ളാഹു പാപങ്ങളൊക്കെ പൊറുക്കും, അപ്പം എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് അള്ളാഹു പുറത്തു തന്നുകൊള്ളും, ഞാൻ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, ഞാനൊരു വക്ത് നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട്, ഞാൻ ധാരാളം ആളുകളെ സഹായിച്ചു. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകളൊക്കെ നമുക്കൊരു ആത്മവിശ്വാസം പകരുന്ന, എന്നാൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ആളുകൾ ആരാണ്? മരിച്ചു പോകുമ്പോൾ യാതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത, എനിക്കൊന്നുമില്ലെന്ന് മനസ്സിലാക്കേണ്ടവരാരാണെന്ന് വെച്ചാൽ അത് ശിർക്ക് ചെയ്യുന്നവർ മാത്രം. വ്യഭിചാരം വലിയ പാപാണ്, മോഷണം വലിയ പാപാണ്, അതേപോലെ തന്നെ കൊലപാതകം വലിയ. പക്ഷെ ശിർക്ക് സംഭവിച്ച ഒരാൾക്ക്, അത് ശിർക്ക് ജീവിച്ച് അതിൽ നിന്ന് തിരിച്ചു വന്ന് തൗബ ചെയ്ത് മടങ്ങിയ ആളെക്കുറിച്ചല്ല പറയുന്നത്.
അല്ലാത്തൊരാളെ ശിർക്കിൽ നിന്ന് തൗബയില്ലാതെ അതിന് പശ്ചാത്തപിക്കാതെ ആ വിശ്വാസത്തോടുകൂടെ മരണപ്പെട്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഒരു പ്രതീക്ഷയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നന്മകളൊന്നും അവിടെ സ്വീകരിക്കൂല. ചെയ്ത നന്മകൾ എന്തെങ്കിലും അവിടെ സ്വീകരിക്കാതെ വരുമെങ്കിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? ഇനി അത് പോകട്ടെ, ഇനി തെറ്റുകൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ തെറ്റുകളൊക്കെ നരകത്തിന്റെ ശിക്ഷയിൽ ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് ആ തെറ്റുകളൊക്കെ പരിഹരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടാൽ അയാൾ തിരിച്ചൊരു പക്ഷേ സ്വർഗത്തേക്ക് വരും. ഈമാനുള്ള തൗഹീദുള്ള ശിർക്കില്ലാത്ത ഒരാൾക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷകളുണ്ട്. പക്ഷെ ഈ പ്രതീക്ഷകളൊന്നും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കും. ഇന്നഹു മയ്യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ സ്വർഗം അള്ളാഹു അവന് ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. അവന് ചെന്നെത്താനുള്ള സ്ഥലം നരകമാണ്. തീർച്ചയായും അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, നരകം സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട് നരകപ്രവേശനം സാധ്യമായാൽ പിന്നെന്തെങ്കിലും ഒരു ശ്രമം, രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം, അങ്ങനെ ഒരു ശ്രമത്തിനൊരു അവസരമില്ല. അവിടെ ശുപാർശകളുണ്ട്, പലരും ശുപാർശ. ഒരു നരകത്തിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അള്ളാഹുവിന് അനുമതി പ്രകാരമുള്ള ശുപാർശ കൊണ്ട് സ്വർഗത്തിലെത്തുന്ന ആളുകളുണ്ട്. മലക്കുകളോട് ഇങ്ങനെ ആയിരങ്ങളെ പുറത്തെടുക്കുന്നുണ്ട്. ഈമാൻ അനുസരിച്ചിട്ട് നരകത്തിൽ പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന രംഗം, പരലോകത്തിന്റെ രംഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ആളുകളാണ് ശരി സഹോദരങ്ങൾ. അപ്പൊ പരലോകമുണ്ട്, സ്വർഗം നരകമുണ്ട് എന്ന് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും വലിയ പരിശോധന ശിർക്ക് എനിക്ക് വരരുത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വല്ലതും ശിർക്കായ കാര്യങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച്. അതെന്താണ് അങ്ങനെ എത്ര ഗൗരവമായിട്ടൊരു ശിർക്ക്? ചില ആളുകൾ പറയും, എന്തപ്പോ ഈ ആരെ പൂജിക്കുന്നു ആരെ പൂജിക്കുന്നില്ല, ഇതിലൊക്കെ എന്ത് നന്മയാണ് സമൂഹത്തിനുള്ളത്? ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ, ആർക്ക് നേർച്ച നേർന്നാൽ എന്താ, അതൊക്കെ സമൂഹത്തിന് എന്താണത്? ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ അതൊരു നല്ല കാര്യമാണ്, ഒരാൾക്ക് രോഗിക്ക് ചികിത്സ കൊടുത്താൽ നല്ല കാര്യമാണ് എന്ന് പറയും. ഇതിലൊക്കെ അതിനെന്തത്ര വലിയ പ്രാധാന്യം? ഇതെന്തത്ര വലിയ തെറ്റാവാൻ കാരണം? തൗഹീദ് എത്ര വലിയ നന്മയാകാൻ കാരണം? സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ സൃഷ്ടി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും തന്ന് മനുഷ്യനെ അള്ളാഹു ഇവിടെ താമസിപ്പിച്ചത്? എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചത്? രാവും പകലും അതേപോലെ തന്നെ ഭൂമിയും വെള്ളവും ഭക്ഷണമൊക്കെ തന്നെ താമസിപ്പിച്ചത് എന്തിനാണ്? അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, പടച്ചോനല്ലേ വേണ്ടത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുക, അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൗത്യം. അത് പൂർത്തിയാക്കാതെ മരിച്ചുപോയാൽ അവന്റെ ജീവിതം വെറുതെയായി. എത്ര ലളിതമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് എന്ന് ആലോചിച്ചു നിങ്ങൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമാ ഖലഖ്തുഹും ലിഅമുറഹും ബിഇബാദതി. എന്നെ ആരാധിക്കണമെന്ന് കൽപ്പിക്കാനാണ്, പറയാനാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ്. ലാ ലിഇഹ്തിയാജി ഇലൈഹിം. എനിക്ക് അവരെ കൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടല്ല അവരെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. എനിക്ക് അവരെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്? എന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ ആരാധിക്കണം. അള്ളാന്റെ വെള്ളവും അള്ളാന്റെ ഭക്ഷണവും ഭൂമിയിൽ കഴിക്കുന്നവൻ ആരാധനയാകുന്ന എന്തു കാര്യങ്ങളും അവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റാവാനുള്ള കാരണം. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അല്ലാഹു പുറത്തോളും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. അള്ളാഹു എല്ലാം പൊറുക്കും, ശിർക്ക് ചെയ്യുന്നതല്ലാത്തതൊക്കെ പൊറുക്കും. ശിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാവമാകുന്നു. ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അള്ളാഹുവിന്റെ മേൽ വളരെ വലിയ പാപമാണ് ചെയ്തത്, ഏറ്റവും വലിയ തെറ്റാണ് അവൻ ചെയ്തത് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു. എത്ര ക്ലിയർ ആയിട്ടാണെന്ന് അറിയോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ. ശിർക്കോടുകൂടെ ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ശിർക്ക് എന്ന് പറയുമ്പോൾ
3 തരത്തിലാണ്. ഒന്ന് റുബൂബിയത്തിൽ ശിർക്കാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന ഈ നിയന്ത്രണങ്ങൾ, ആകാശഭൂമികളുടെ നിയന്ത്രണത്തിൽ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കാളിയെ വെച്ചു. സൃഷ്ടികർത്തൃത്വത്തിന്റെ ഏകത്വത്തിൽ പങ്കാളിയെ വെച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഓരോ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഓരോ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഓരോ ദേവതമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഓരോ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിനു പുറമെ ഔലിയാക്കളും മഹത്തുക്കളും കുത്തുബുകളും ഒക്കെ ആളുകളുണ്ട്. അവരൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അത് പിന്നെ സൃഷ്ടികർത്തൃത്വത്തിലെ ശിർക്കാണ്. പിന്നെ രണ്ടാമത് വരുന്ന ഒന്ന് ശിർക്കും ഫിൽ ഉലൂഹിയത്താണ്. ആരാധ്യതയിലുള്ള ശിർക്ക് എന്ന് പറയുന്നതാണ്. ആ ശിർക്ക് എന്താണ്? സർഫുൽ ഇബാദ, അള്ളാഹുവിനുള്ള ആരാധനയെ നമ്മൾ തിരിച്ചുവിടുക. ഔ നൗഉ മിൻ അൻവാഇഹ, ഏതെങ്കിലും ഒരു ഇനത്തെ ലിഗൈരില്ലാഹി അസ്സ വജൽ, ആരാധനന്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഈ പള്ളിക്ക് കുറച്ച് നേരത്തെ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നമ്മളെ കുട്ടികളുടെ നല്ല നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ കച്ചവടത്തിന്റെ അതേ കാര്യം അതേമാതിരി കൈ ഉയർത്തി അല്ലാത്തവന്റെ ഒരുത്തന്റെ മുന്നിൽ വെച്ച് പറയാം. ആളുകൾ ഖബറുകൾക്ക് മുന്നിലും അതേപോലെ തന്നെ അവിടെ ഇവിടങ്ങളിൽ കാണുന്ന പച്ചപ്പൊതപ്പെട്ട പാറകൾക്ക് മുന്നിലും മരങ്ങൾക്ക് മുന്നിലും ഒക്കെ നിന്നിട്ട് ആളിനെ ഒന്നെന്നെ പറയണ്. അത് അള്ള തരും പോലെ തരും തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അള്ള തരും പോലെ തരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തരുന്നു എന്ന് നമുക്കറിയാത്തൊരു വഴിയിലൂടെ അവരത് നമുക്ക് സാധിപ്പിച്ചു തരുന്നു. അതിന് മരിച്ചുപോയവർക്ക് പറ്റും, മഹാത്മാക്കൾക്ക് പറ്റും, പുണ്യാത്മാക്കൾക്ക് പറ്റും എന്ന് പറയുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ശിർക്കാണ്. അള്ളാഹുവിന്റെ ഒരു വിശേഷണം, മറഞ്ഞ കാര്യങ്ങൾ അറിയും, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹിനെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ കൂടെ എന്ത് ചെയ്തു? ശിർക്ക്. വളരെ ലളിതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ എന്ത് ചെയ്യുക? നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളതായ അള്ളാഹുവിനെ എന്തെങ്കിലും നിലക്ക് സമാന്മാരെ നീ നിശ്ചയിക്കുക. വളരെ ലളിതമാണ്. എത്ര സമ്പൂർണമാണ് ആ വാക്ക്. നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ സമന്മാരാക്കുക. ഇമാം ബുഖാരിന്റെ ഹദീസാണ്. നാസിർ സഅദി റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അൻ യജഅല ലില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് ഒരു സമന്മാരെ വെക്കുക. യദ്ഉഹു കമാ യദ്ഉല്ലാഹ്, എന്നിട്ട് എന്ത് ചെയ്യുക? അവരോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കണ പോലെ അള്ളാഹിന്റെ മുന്നിൽ കൈ ഉയർത്തി അള്ളാഹിനോട് പറയുന്ന അതേ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ അത് പരിഹരിച്ചു തരാൻ മറ്റുള്ളവർക്ക് പറ്റുമെന്ന് നിൽക്കും. ഔ യഖാഫു, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുക. അള്ളാഹിനെ പേടിക്കുന്ന പോലെ അവരെന്ത് ചെയ്യുക? നമ്മൾ പേടിക്കുക. അല്ലെങ്കിൽ ഔ യർജൂഹു, അവരെ നമ്മൾ പ്രതീക്ഷിക്കുക. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ അതാ, ആ പോണ സമയത്ത് വണ്ടി നിർത്തി 10 റുപ്യ അവിടെ ഇട്ടാൽ ഇനി പോയി 2 ദിവസം കഴിഞ്ഞ് റിസോർട്ട് താമസിച്ച് ടൂർ അടിച്ച് തിരിച്ചു വരുന്നത് വരെ മൂപ്പര് ഒരു ശ്രദ്ധ നമ്മളെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ചൊല്ലി ഇറങ്ങുമ്പോൾ അള്ളാഹുവിൽ എന്ത് പ്രതീക്ഷയുണ്ടോ അതുപോലെയുള്ള ഒരു പ്രതീക്ഷ ആ 10 രൂപ ആ ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടപ്പോൾ അവന്റെ മനസ്സിലുണ്ട്. അവിടെ ആരാധന സംഭവിച്ചു, അള്ളാഹു അല്ലാത്തൊരു ആരാധന സംഭവിച്ചു, അതോടെ ശിർക്ക് സംഭവിച്ചു. എത്ര ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഔ യുഹിബ്ബുഹു കഹുബ്ബില്ലാ, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അവരെന്ത് ചെയ്യുക? സ്നേഹിക്കുക. ആരാധനയുടെ ഏതെങ്കിലും ഇനങ്ങൾ അവരിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് ശിർക്കുൽ അക്ബറാണ്. ഇനി ശിർക്കുൽ അസ്ഗർ ഉണ്ട്, ചെറിയ ശിർക്കുകളുണ്ട്. റിയാ അല്ല, അള്ളാന്റെ കൂലി കിട്ടുന്ന ഒരു ആരാധനാ കർമ്മം എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ ഒരു പൊരുത്തത്തിന് വേണ്ടി, ശ്രദ്ധയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി എന്ത് ചെയ്യുക? അതൊക്കെ ആയിപ്പോയി. അല്ലല്ലാത്തൊരു പേര് സത്യം ചെയ്യാം. ഇതൊക്കെ ആ രൂപത്തിലുള്ള ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട കാര്യങ്ങളാവുന്നു. വളരെ കൃത്യമായി ശിർക്ക് എന്ന അപകടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് ശിർക്ക് പരിഹരിക്കപ്പെടാതെ ഒരാൾ മരിച്ചു പോയാൽ അവന് സ്വർഗമില്ല. അപ്പൊ എത്ര വലിയൊരു അപകടമാണ് ശിർക്ക് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. വഖാലൽ മസീഹു യാ ബനി ഇസ്രായീൽ അബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ ആരാധിക്കാന്ന് ഈസാ നബി പറഞ്ഞു. എന്നിട്ടോ ഇന്നഹു മയ്യുശ്രികു ബില്ലാഹ്, ഞാൻ നേരത്തെ ഓതി, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാകുന്നു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും വലിയ അക്രമമാണ്.
ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്ന ഷിർക്കല ളുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമമാണ്. ഏറ്റവും വലിയ അക്രമമായതുകൊണ്ട് എന്താ ആയത് ആലോചിച്ചു നിങ്ങൾ. ഈ മണ്ണിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പുണ്യാത്മാവും മഹാത്മാവും അള്ളയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. മണ്ണിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പടപ്പാണ് മനുഷ്യൻ. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു പോറ്റുന്ന ആ പടച്ചോന്റെ സ്ഥാനത്തേക്കൊരു പടപ്പിനെ ഉയർത്തുന്നതിനേക്കാളും വലിയ ദുൽമ, അതിനേക്കാളും വലിയ അക്രമം മറ്റെന്തുണ്ട് എന്നാണ് ചോദിക്കുന്നത്. മാത്രല്ല, ഒരനുഗ്രഹവും ഒരാൾക്കും നമുക്ക് തരാൻ സാധ്യല്ല. എന്നിട്ടൊരു കുട്ടിനെ കിട്ടുമ്പോ, ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോ അതിന്റെ നന്ദി യഥാർത്ഥത്തിൽ അത് നമുക്ക് തന്ന പടച്ചോന് പറയുന്നതിന് പകരം അത് മറ്റുള്ളവർക്ക് അർപ്പിക്കപ്പെടുമ്പോൾ അത് എത്രമാത്രം കൊടിയ അക്രമമാണ് എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവർക്ക് നന്ദി പറയാം. എത്ര ആളുകൾ പണിയാൻ അവിടെ പോയതുകൊണ്ടാണ് എൻ്റെ ആ കാര്യം സാധിച്ചത്, എത്ര ഭയാനകമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് നന്ദി അല്ലല്ലാത്തൊരു കൊടുക്കുമ്പോൾ എത്ര അക്രമായിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ ചെയ്തൊരു സേവന പ്രവർത്തനത്തെ നിങ്ങളല്ലാത്ത മറ്റൊരാൾക്ക് ചേർത്ത് പറയുന്നത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എത്ര കഴിയും? ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ അള്ളാഹു തരുന്ന മറ്റാർക്കും തരാൻ പറ്റാത്ത അനുഗ്രഹങ്ങളെയാണ് അല്ലല്ലാത്തവർക്ക് ചേർത്ത് പറയുന്നത്. മൂന്നാമത് പറഞ്ഞ എന്താ നിങ്ങൾ, ശിർക്ക് ചെയ്യുന്നവന്റെ 2 ജീവിതം പോയി എന്നുള്ളതാണ്. എന്താ ഇഹലോകം പോയി എന്ന് പറയാൻ കാരണം തരങ്ങൾ, ശിർക്ക് കൊണ്ട് ഒന്നും നേടാൻ ആൾക്കാർക്ക് പറ്റൂല. നേടിയെന്ന് ചിലപ്പോൾ തോന്നാം, ഒന്നും നേടാൻ പറ്റൂല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഗൾഫിലും അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് എത്രങ്ങാനും പണമാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിന്റെയും ചികിത്സകന്മാരുടെയും അടുക്കളൊക്കെ പോയിട്ട് ചെലവഴിക്കുന്ന, എത്ര കോടികളാണ് കൊടുക്കുന്നത് അവർക്ക്. ഒരു പ്രശ്നം സങ്കീർണമായി, ചിലപ്പോൾ അവരെ കൊണ്ട് തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് സങ്കീർണമാകുമ്പോൾ അതിന് ഓരോരോ ചികിത്സകളും അതിനോരോരോ ബഡ്ജറ്റുകളും പറയും. ഒരു 40,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം, ഒരു 4 ലക്ഷം ഉണ്ടെങ്കിൽ പരിഹരിക്കാം, ഇങ്ങനത്തെ ഒരു 5 പവൻ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അങ്ങനെ പരിഹരിക്കാം. എത്ര വലിയ ക്രിയകളും സിഹറുകളും തിന്മകളും ശിർക്കുകളും ചെയ്തിട്ടാണ് ഈ ആളുകൾ. അപ്പൊ എത്ര ഈ നഷ്ടം ഒന്നും കിട്ടണില്ല. എന്നാൽ നമ്മൾ ആയുസ്സും സമയവും പണമൊക്കെ വെറുതെ പോകും. ദുനിയാവ് ഏതായാലും ഇല്ല. പിന്നെ പരലോകത്തോ, പരലോകത്ത് എന്തായാലും ശിർക്കോട് കൂടെ ചെന്നാൽ ഒന്നുമില്ല. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി ഖസിറദ് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നോക്കൂ നിങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും ആരാധനകൾ മാറിക്കൊണ്ടിരിക്കുന്ന, ശിർക്കിലേക്കും തൗഹീദിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്. അവർക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. ദുനിയാവിൽ ശിർക്കൊണ്ടൊരു നേട്ടമില്ല, പരലോകത്ത് അവർക്ക് കിട്ടാൻ പോകുന്നതോ നരകമാകുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, വീണ്ടും ശിർക്കിന്റെ അപകടങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്. വീണ്ടും 4-മതായി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇഹലോകത്തും പരലോകത്തും അവർക്കെന്തല്ല, പരലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രതീക്ഷയില്ലാതെ ആവുക പരലോകത്ത്. ഇഹലോകത്തും നിർഭയത്തല്ല. എന്താ, ഈ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവന് സുഹൃത്തുക്കൾ ഒന്നും പേടിക്കാനല്ലോ, എന്താ വരും, ഒന്നും വരൂല. എല്ലാറ്റിനും അള്ളാഹു കാവലാകും. എന്നാൽ ഈ അന്ധവിശ്വാസങ്ങൾ കഴിയുന്നവന് കടന്നുറങ്ങാൻ പറ്റും. ഒരു ദിവസം വന്ന ആ ദിവസത്തിന് ശകുനുണ്ടോ, ഒരു മാസത്തിന് ശകുനുണ്ടോ, ഒരു സമയത്തിന് ശകുനമുണ്ടോ, ഒരു വ്യക്തിക്കുണ്ടോ? എപ്പോ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുക, ആ വിശ്വാസത്തിൽ ശിർക്ക് കരാതിരിക്കുകയും ചെയ്താൽ അവർക്ക് എന്താണ്? നിർഭയത്വമുണ്ട്. അവർ സന്മാർഗം പ്രാപിച്ചവരാകുന്നു എന്നാണ്. നിഷ്കളങ്കമായി അള്ളാഹുവിനെ മാത്രം അവന് പങ്കാളികളില്ലാതെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ പ്രതീക്ഷിക്ക പരലോകത്ത്. ഞാനേതായാലും ശിർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളത് പറഞ്ഞു നോക്കൊണ്ട്, നിങ്ങൾ ഒരു അസുഖം വന്ന ഒരു കുറച്ച് മാരകാവസ്ഥയിൽ മരണത്തെ പ്രതീക്ഷ കിടക്കുന്ന ഒരാളത്ത് പോയിരുന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂടെ, എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ. ശിർക്ക് ചെയ്യാത്തവൻ അള്ളാഹു സ്വർഗം തരുന്നൊരു വാഗ്ദാനല്ലേ. മല്ലഖി അല്ലാഹ ലാ യുശ്രികു ബിഹി ദഖലൽ ജന്ന. നിങ്ങൾ എന്തിനാ വെറുതെ അത് കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അറിയണതാണെങ്കിലും അതിനൊരു സമാധാനമുണ്ട്. അതാണ് നിർഭയത്വം എന്ന് പറഞ്ഞാൽ. പേടി, പരലോകത്തെക്കുറിച്ച് കേട്ട എല്ലാം ആലോചിച്ച് ഖബറും ആലോചിച്ച് ബേജാറായി കിടക്കണോര് ശിർക്ക് ചെയ്തിട്ടില്ലല്ലോ, അതൊരു സമാധാനം, ചെറിയ സമാധാനം.
അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അതേപോലെ ഇഹലോകത്ത് സന്മാർഗം ആർക്കാണ്? നമ്മൾ ഹിദായത്തിലാന്നൊക്കെ നമ്മൾ പറയും, ഞാൻ നിസ്കരിക്കേണ്ട നോമ്പ് കൊടുക്കണം. ഹിദായത്ത് കിട്ടണമെങ്കിൽ ശിർക്കില്ലാതെ കണ്ടേ. ശിർക്കുണ്ടായി ഇങ്ങോട്ട് അവൻ എന്ത് ചെയ്തിട്ടെന്താ കാര്യം? ഹിദായത്ത് കിട്ടാറുള്ള ശിർക്കില്ലാത്ത ജീവിതമാണ്. ശിർക്കോട് കൂടഞ്ഞിപ്പോ അവൻ എത്രയും ദിക്റും ദുആയും ഉള്ള നിസ്കാരം ഇല്ലാത്ത നിസ്കാരം ഒക്കെ പാടെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം അതുകൊണ്ട് അവന് ഹിദായത്തില്ല. കാരണം ഹിദായത്ത് പറഞ്ഞ ആ ദീനുകൊണ്ട് അവന് പരലോകത്തൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അഞ്ചാമത്തെ കാര്യമായിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ നമ്മൾ ഒന്നുമില്ല നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം സ്വീകരിക്കും. അതൊരു ഷർത്തല്ലേ സുഹൃത്തുക്കളെ? നിസ്കരിച്ചു, ഒന്നുമില്ലാതെ നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചു കൊണ്ട് കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സദക്ക, ഒരു നല്ല വിചാരം, ഒരു ദിക്ർ, ഒരു തസ്ബീഹ്, ഇതെന്ത് അള്ളാന്റെ അടുത്തേക്ക് എത്തണമെങ്കിലും അവൻ ശിർക്കില്ലാത്തവനാവണം. അതൊരു നിബന്ധനയാണ്. ശിർക്കില്ലാത്തവനിൽ നിന്നേ ഒരു അമൽ അല്ലാഹ് കബൂൽ ചെയ്യുള്ളൂ. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ ശിർക്ക് വെച്ചുവെങ്കിൽ, ലഹബിത അൻഹും, അവരെ തൊട്ട് നിഷ്ഫലമായി പോകും, മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും എല്ലാം നാം ദിവ്യ സന്ദേശമായി കൊടുത്ത കാര്യം എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. ഇത് ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ. ജീവിതത്തിലെ ഒരു നന്മയും സൽപ്രവർത്തനമാവാതിരിക്കുക. ഒരു പ്രവർത്തനവും സൽപ്രവർത്തനമാവാതിരിക്കുക. എന്ത് ചെയ്താലും അള്ളാന്റെ അടുത്തേക്ക് എത്തൂല. ശിർക്ക് ചെയ്ത ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ് അറിയുങ്ങൾ. എല്ലാ അമലുകളും വെറുതെ ആയിപ്പോകും. പിന്നെ മറ്റൊന്നെന്താണ് അപകടം എന്നറിയുങ്ങൾ? ശിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് സംഭവിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ കുറിച്ച് കുറേ നന്മകളെക്കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷെ അത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവൂല. ഖദിംന ഇലാ മാ അമിലൂ മിൻ അമലിൻ വജഅൽനാഹു ഹബാഅൻ മൻസൂറ, ധൂളികളാക്കുന്നതാണ്. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദ്. എത്ര മനോഹരമായ, ആർക്കാ മനസ്സിലാകാത്തത്? ഒരു നല്ല കൊടുങ്കാറ്റുള്ള ദിവസം, നല്ല കൊടുങ്കാറ്റുള്ള ഒരു ദിവസം, ആ ദിവസത്തിൽ എന്താണ് അവിടെ റമാദ്, അവിടുത്തെ വെണ്ണീർ, ആ കൊടുങ്കാറ്റുള്ള സമയത്ത് ആ വെണ്ണീറിനെ കാറ്റ് പറത്തുന്ന പോലെ നമ്മളെ അമലുകൾ ഇല്ലാതാവുന്നു. ഫി യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ ദാലിക ഹുവ ദലാലുൽ ബഈദ്. ഇത് കാറ്റത്ത് വെണ്ണീർ പോണമായി ഒരു ജീവിതത്തിലെ നന്മകൾ മുഴുവനും പാറി പറന്നു പോകുന്ന നഷ്ടം. അതൊറ്റ തിന്മക്കുള്ളൂ, വ്യഭിചാരത്തിനില്ല, കൊലപാതകത്തിനില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്നും ചെറിയ തെറ്റാന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ ശിർക്ക് സംഭവിച്ചോ, അമലുകളൊന്നും അള്ളാഹു കബൂൽ ചെയ്യൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഗൗരവത്തിലാണ് ചോദിച്ചത്. അല ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരത്തിയാണ്. പറഞ്ഞു തരത്തി പറഞ്ഞാൽ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഗൗരവത്തിൽ കേൾക്കണം. അതിന്റെ ഗൗരവം നിങ്ങൾ നിസ്സാരമായി കാണരുത്. സലാസൻ, അത് മൂന്നാണ്. കാലു ബല യാ റസൂലല്ലാഹ്, റസൂലെ പറഞ്ഞു തരും. എന്ത് തെറ്റ് സംഭവിച്ചാൽ ഇത് സംഭവിക്കരുത് കേട്ടോന്നാ അതിന്റെ അർത്ഥം. എന്താ? അൽ ഇശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, വ ഉഖൂഖുൽ വാലിദീൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, അതേപോലെ തന്നെ ഖൗലുസ്സൂർ. ഇതാണ് മൂന്ന് തെറ്റുകളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഗൗരവപരമായി എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നാണ്. മാത്രമല്ല, വലിയ ഇസ്സത്ത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന, ഒരു നാടിനുണ്ടാകുന്ന എല്ലാ ഇസ്സത്തുകളിൽ നിന്നും പ്രതാപങ്ങളിൽ നിന്നും അവർ നിന്ദ്യരായിത്തീരും. ആകാശമെന്ന സുരക്ഷിതമായ ഒരു ലോകത്ത് നിന്ന് താഴത്തേക്ക് വീഴുന്ന ഒരുത്തനെ പോലെയാണ് ശിർക്ക് ചെയ്യുന്ന ആൾ. അവൻ പിടുത്തം വിട്ട്, അവന്റെ ജീവിതം പിടുത്തം വിട്ടുപോയി. അവന്റെ അവയവങ്ങളൊക്കെ പക്ഷികൾ കൊത്തിവലിച്ച് ഛിന്ന ഭിന്നമായി പോകുന്നു. എന്താ പിന്നെ സംഭവിക്കാന്നറിയില്ല. ഏതോ അഗാധമായ ഗർത്തങ്ങളിൽ പോയൊരു ആപത്ത്. ശിർക്കുള്ളവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഉപമയാണ് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ശിർക്ക് അള്ളാന്റെ കോപത്തിനിടയാവും. അള്ളാഹ് കോപിച്ചാൽ ദുനിയാവിൽ തന്നെ അതിന്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കും. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേ അള്ളാഹോട് ചോദിക്കുന്നത് വേറൊരാൾ ചോദിച്ചാൽ അതിന് അള്ളാഹുവിന്റെ കോപം നമ്മുടെ മേലെ ഇറങ്ങിയാൽ അത് താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂല സുഹൃത്തുക്കളെ. അള്ളാഹ്ക്ക് അത്രയും കോപമുള്ളതാണ് ശിർക്ക് നമ്മൾ മനസ്സിലാക്കുക.
ഇത്രമാത്രം ദുരന്തപൂർണമായ ശിർക്ക് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും വരുന്നത് ഗൗരവപൂർവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ട് അവസാനം ഒരു കബറങ്ങൾക്കും പോയിട്ട് ഒരു കബറിലെ ആളോടും ചോദിച്ചില്ല, അവിടെ ഒരു പുതപ്പിട്ടില്ല, അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ അയാളെ പ്രീതി കിട്ടാൻ ഒരു പൈസ ഇട്ടില്ല, അവിടുത്തെ ഒരു എണ്ണ തൊട്ട് നാവിൽ വെച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ സുഹൃത്തുക്കൾ? എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാണല്ലോ. അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് നോമ്പോറ്റ് പോയ ഒരുത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂലല്ലോ. അതുകൊണ്ട് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാവാതെ പോകുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ശിർക്കില്ലാതെയാണ് ഞാൻ ജീവിച്ചത് എന്ന് മരിക്കുമ്പോൾ പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് എത്താനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു റബീഉൽ അവ്വൽ മാസം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാളുകളെക്കാളും ആഘോഷത്തിലാണ് പലപ്പോഴും അത് ആഘോഷിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറയണ കാര്യമില്ല. അതായത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ബിദ്അത്താണ്. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് ജീവിതത്തിൽ ഒരു ദീനായി ആചരിക്കാത്ത ഒരു കാര്യം, അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനായി അവരാചരിച്ചനുഷ്ഠിക്കാത്ത ഒന്നും ഇപ്പൊ ദീനല്ല. അപ്പൊ ഖുർആനിലെ ആയത്തുണ്ട്, ഹദീസുണ്ട് നബിദിനം കഴിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ത്? ഖുർആനിലുള്ള ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്യാതെ പോയോ? റസൂലുള്ള പറഞ്ഞിട്ടും സ്വഹാബത്ത് അതാചരിക്കാതെ പോയോ? നമുക്ക് ചോദിക്കാവുന്ന ലളിതമായ ചോദ്യം. ഖുർആനിൽ ഒരായത്ത് ഉണ്ടായിട്ടും ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ആയത്ത് എന്തേ അള്ളാന്റെ റസൂൽ, ഹബീബായ റസൂൽ അത് ചെയ്യാതെ പോയത്? ഖുർആനെ അത്രമാത്രം സ്നേഹിച്ചു ഉൾക്കൊണ്ട സഹാബത്ത്, ഉത്തമ നൂറ്റാണ്ടുകാർ എന്ത് ചെയ്യാതെ പോയി? ഇപ്പൊ ഇല്ല സുഹൃത്തുക്കളെ, അതിന്റെ അർത്ഥം അതാണ്. ഇല്ല. ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അവർ ചെയ്യാത്ത ഒന്നും ദീനല്ല. വേറെ തെളിവൊന്നും വേണ്ട. 2.5 മണിക്കൂർ 4 മണിക്കൂർ തെളിവ് പറഞ്ഞ് പ്രസംഗിച്ചാൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഈ തെളിവുകളൊക്കെ അന്നില്ലേ? എന്നിട്ട് എന്തേ അവർ ചെയ്യാറ്? അതുകൊണ്ട് അവർ ചെയ്യാത്ത ഒന്ന് ദീനല്ല, അത് ബിദ്അത്താണ്, അത് വഴികേടാണ്, അത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒന്നും നമ്മൾ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പാടില്ല. അത് നബിയോടുള്ള മഹബ്ബത്താണ്. ഹുബ്ബുർ റസൂൽ മിനൽ ഈമാൻ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ഈമാനാണ്. എന്താ സ്നേഹം? സഹാബത്ത് ചെയ്യാത്ത, റസൂൽ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യില്ലെന്നതാണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവൻ അള്ളാഹുവിനെ അനുസരിക്കണം. അതാണ് അതിന്റെ സ്നേഹം. ശരിയായ ദീൻ ഉൾക്കൊള്ളാൻ ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണം. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ജുമാഅക്ക് വരുന്ന ജമാഅത്തിന് നമ്മുടെ പള്ളിയിൽ മക്കളുടെ സഹോദരൻ ഇന്ന് ചെറിയ അസുഖമാകുന്ന അള്ളാഹു അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പല ആളുകളും പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് പ്രത്യേകം ജുമാഅക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അള്ളാഹു അവരുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കൺകുറുമയും സന്തോഷവും പ്രദാനം ചെയ്യുന്നത് റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.